aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ഇപ്പോൾ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയമാണ്, തല കുനിച്ചിരിക്കേണ്ട സമയമല്ല. ഇന്ന് അനേകരും ഭാരത്താലും ദുഃഖത്താലും തല കുനിച്ചിരിക്കുകയാണ്. പലരുടെയും മുതുക് കുനിഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ഒരു നല്ല ദൈവമുണ്ട്. വീഴുന്നവരെ ഒക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും അവൻ നിവർത്തുന്നു. 145 സങ്കീർത്തനം അതിന്റെ 14 വചനം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൽ പോലും തല കുനിഞ്ഞിരിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായി. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ലോത്ത് തന്നിൽ നിന്ന് വേറിട്ട് പോയപ്പോൾ അബ്രഹാമിന്റെ തല കുനിഞ്ഞു. ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും എന്ന് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14-15 വചനങ്ങൾ നാം വായിക്കുന്നു. ഇന്നും പലതും നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന് വരാം. കുടുംബത്തിലുള്ളവർ വിട്ടുപിരിയുമ്പോൾ നമ്മുടെ തല താഴ്ന്നു പോകും. നമ്മുടെ പിതാവും നമ്മുടെ മാതാവും മരണമടയുമ്പോൾ നമ്മുടെ തല താണു പോകും. സമൂഹത്തിലുള്ളവർ ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ തല താണു പോകും. ജീവിത പങ്കാളി മരണമടയുമ്പോൾ തല താണു പോകും. കടഭാരത്താൽ വലയുമ്പോൾ തല താണു പോകും. എന്നാൽ യഹോവ പറയുന്നു, നീ തല പൊക്കി നോക്കുക. അബ്രഹാം വിശ്വാസത്താൽ തല പൊക്കി നോക്കി. പാലൊഴുകുന്ന ദേശം കണ്ടു, തേനൊഴുകുന്ന ദേശം കണ്ടു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. മോശ മിസ്രയീമിൽ നിന്നും യഹോവയാൽ ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ ജനം ചുട്ടുപഴുത്ത മരുഭൂമി മാത്രമാണ് കണ്ടത്. ആ മരുഭൂമിക്കപ്പുറം അവരുടെ കണ്ണുകൾ കനാൻ നാട്ടിലേക്ക് എത്തുന്നില്ല. കുനിഞ്ഞിരുന്ന് ചുട്ടുപഴുത്ത മണലാരണ്യം കണ്ട് അവർ ഭയപ്പെട്ടു. അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടു വന്നത്? നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത് എന്ന് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 11-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. അവർ വീണ്ടും മിസ്രയീമിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിച്ചു. മരുഭൂമിക്കപ്പുറം അവരുടെ കണ്ണ് എത്തുന്നില്ല. കനാനിലാണ് വാഗ്ദത്തം കിടക്കുന്നത്. എന്നാൽ കണ്ണ് മരുഭൂമിയിലെ തീ ചൂടിനാൽ അടഞ്ഞു കിടക്കുകയാണ്. യഹോവ പറയുന്നു, തല ഉയർത്തി നോക്കുവാൻ. ഉയരങ്ങളിൽ നിന്നാണ് കൃപ വരുന്നത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് 34-ാം സങ്കീർത്തനം 5-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ ഒരുമ്പെട്ട അബ്രഹാമിനോട് യഹോവ തല പൊക്കി നോക്കുവാൻ പറഞ്ഞു. അബ്രഹാം തല പൊക്കി നോക്കി. എന്തു കണ്ടു എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു, തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. ഉൽപ്പത്തി പുസ്തകം 22-13. ഈ ലോകത്തിൽ അസാധാരണമായ പലതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയം നാം ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലമാകുന്നു. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തല പൊക്കുവീൻ എന്ന് ലൂക്കോസ് സുവിശേഷം
21-ന്റെ 28-ാമത് വചനത്തിൽ നാം വായിക്കുന്നു, ഇന്നും യഹോവയുടെ ശബ്ദം ആവശ്യപ്പെടുന്നു, തല ഉയർത്തി നോക്കുവാൻ. പല കാരണങ്ങളാലും തല കുനിഞ്ഞ് ഇരിക്കുന്നവരെ, നിങ്ങളുടെ തലകളെ ഒന്നുയർത്തുവീൻ. കാൽവരി ക്രൂശിൽ അതാ കിടക്കുന്നു ഒരു കുഞ്ഞാട്. ആ കുഞ്ഞാട് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ തലകൾ ഉയർത്തി ഒന്ന് അങ്ങോട്ട് നോക്കുവീൻ. ജീവിതമാകുന്ന ഈ മരുഭൂമിയിലെ തീച്ചൂള അനുഭവങ്ങൾ കണ്ട് തല കുനിച്ചിരിക്കേണ്ട. പ്രത്യാശയോടെ മരുഭൂമിക്കപ്പുറം ഉള്ള സ്വർഗീയ കനാനിലേക്ക് നമുക്ക് നോക്കാം. അവിടെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതും ആയ നഗരം നമുക്ക് കാണാൻ കഴിയും. ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആ നിത്യനഗരത്തിനായി തന്നെ നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.